മാഷേ, നമുക്ക് ആദ്യം ഒരു വീഡിയോ കാണാം. ചെമ്പ് പോലും വെളിയിൽ ആരും കണ്ടിട്ടില്ല. അതങ്ങ് വീട്ടിനകത്ത് ക്ലിഫ് ഹൗസിനകത്ത് കയറി പോയി കഴിഞ്ഞാൽ പിന്നെ വി ഡോണ്ട് നോ വാട്ട് ഹാപ്പൻസ് ഫ്രം ദെയർന്ന്. മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകുന്നു, തിരിച്ചു കൊണ്ടുവരുന്നു, ഫിറ്റ്സ് വന്നുകൊണ്ടേ ഇരിക്കുമായിരുന്നു. ബിക്കോസ് അതേപോലത്തെ ടോർച്ചറാണ് ഭാര്യയും മകളും. ഭാര്യയാണ് CM രവീന്ദ്രനുമായിട്ടിരുന്ന് പദ്ധതികൾ, ശിവശങ്കർ സാറുമായിട്ടിരുന്ന് പദ്ധതികൾ തീരുമാനിക്കുന്നത്. ഷേഖിന് സ്വർണം കൊടുക്കാന്ന് പറയുന്നത് പുള്ളിക്കാരത്തിയാണ്. കണ്ടല്ലോ, ഇതിലെ സ്വപ്ന സുരേഷ് പറയുന്ന ചില കാര്യങ്ങൾ. അത് ഇതിനു മുൻപും ഒക്കെ നമ്മൾ പലതവണ ചർച്ച ചെയ്തിട്ടുണ്ടെങ്കിലും ഇത്രമാത്രം ഗൗരവമായി ഈ സമയത്ത് ഇതിനെന്താണ് പ്രസക്തി എന്ന് ചോദിച്ചാൽ, പിണറായി വിജയന്റെ മകൾ വീണ തേക്കണ്ടി 2 തവണയാണ് EDയുടെ മുന്നിലെത്തിയത്. 9-10 മണിക്കൂറോളം EDക്ക് മുന്നിലിരുന്ന് ചോദ്യം ചെയ്യലിന് ഹാജരായി. ഒരുപക്ഷെ പിണറായി വിജയന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഇതിനു മുൻപ് വലിയ കളങ്കങ്ങളൊക്കെ ഏറ്റിട്ടുണ്ടെങ്കിലും ഇത്ര വലിയ വേദന പിണറായിക്ക് ഉണ്ടായിട്ടുണ്ടാകില്ല. ഇതിൽ സ്വപ്ന പറയുന്ന 1-2 കാര്യങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത്, പിണറായി വെറും റബ്ബർ സ്റ്റാമ്പ് മാത്രമാണ്. എല്ലാം തീരുമാനിക്കുന്ന അതായത് വിഷമുള്ളിൽ ഒതുക്കി നടക്കുന്ന ചില സ്ത്രീകളുണ്ടല്ലോ, പാവയെ പോലെ നടക്കും, ചിരിക്കും, എല്ലാം ചെയ്യും. പക്ഷെ എല്ലാത്തിൻ്റെ മാസ്റ്റർ ബ്രെയിൻ എന്ന് പറയുന്നത് പിണറായിയുടെ ഭാര്യ കമലയാണ്. ശിവശങ്കറും രവീന്ദ്രനും കമലയും കൂടിയിരുന്ന് തീരുമാനിച്ച ഒരു പ്രൊജക്ട് തയ്യാറാക്കും. അതിലൊപ്പിടുന്ന വെറും റബ്ബർ സ്റ്റാമ്പ് മാത്രമാണ് പിണറായി. ഇത് പിണറായിക്കൊരു സിമ്പതി കിട്ടാൻ പറയുന്നതല്ല. പിണറായി ജീവിക്കുന്നത് മുഴുവൻ മകൾക്ക് വേണ്ടിയാണ്, അഴിമതി നടത്തുന്നത് മുഴുവൻ മകൾക്ക് വേണ്ടിയാണ്. ക്ലിഫ് ഹൗസിലേക്ക് ചെമ്പ് ബിരിയാണിയിൽ സ്വർണം വന്നിട്ടുണ്ട്. ആ സ്വർണം വിദേശ രാജ്യങ്ങളിൽ നിക്ഷേപിച്ചിട്ടുമുണ്ട്. ഇതൊക്കെ പകൽ പോലത്തെ സത്യമാണ്. പക്ഷെ ഇത് പുറത്തു വരില്ല. പിന്നെ മറ്റൊരു കാര്യം പറയുന്നത്, ആരാണ് ഗോവിന്ദൻ കേസ് ഒത്തുതീർപ്പാക്കാൻ സ്വപ്ന സുരേഷിനെ വിളിച്ചു, പണം കൊടുക്കാന്ന് പറഞ്ഞു. എനിക്ക് വിലയിടാൻ ആരാണ് ഗോവിന്ദൻ? സ്വന്തം പാർട്ടിയെ പോലും സംരക്ഷിക്കാൻ കഴിവില്ലാത്തവനാണ് ഗോവിന്ദൻ എന്ന തരത്തിൽ ഗോവിന്ദൻ മാഷിനെയും പറയുന്നുണ്ട്. ഈ മാഷിനറിയാവുന്ന ഒരു പിണറായി വിജയനുണ്ട്. കാലാകാലങ്ങളായി NM പിയേഴ്സൺ അറിയാവുന്ന ഒരു പിണറായി വിജയനുണ്ട്. ഒരു കമലയുണ്ട്, ഒരു കുടുംബമുണ്ട്, പിണറായി വിജയന്റെ കുടുംബം. യഥാർത്ഥത്തിൽ ഈ ആരോപണങ്ങൾക്ക്, കാരണം ഇത് തെളിയിക്കപ്പെടാത്തത് കൊണ്ട് ഇത് ആരോപണങ്ങളാണ്, ഈ ആരോപണങ്ങൾക്ക് എന്തെങ്കിലും കഴമ്പുണ്ടോ? ഈ പിണറായി വിജയൻ ആദ്യം അധികാരത്തിൽ വരുന്ന സമയത്ത് കേരളത്തോട് പറഞ്ഞത് ചില അവതാരങ്ങളെ സൂക്ഷിക്കണം എന്ന്. കാരണം ചില അവതാരങ്ങളായിരുന്നു ഉമ്മൻചാണ്ടിയെ അപകടത്തിലാക്കി. പിണറായി വിജയനെ അപകടത്തിലാക്കാനായിട്ട് വന്ന ഒരു അവതാരമായിട്ടാണ് സ്വപ്ന സുരേഷിനെ ഞാൻ കാണുന്നത്. സ്വപ്ന സുരേഷ് എന്തിന് കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ ഇടപെടുന്നു എന്ന് നമുക്ക് സ്വാഭാവികമായിട്ടും ചോദിക്കാവുന്നതാണ്. പഴയ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ, പിണറായി വിജയൻ, അടിയന്തരാവസ്ഥക്കാലത്ത് പോലീസ് ഇടിച്ച് പരത്തി ശരിപ്പെടുത്തിയ ഒരു പിണറായി വിജയൻ, ആ പിണറായി വിജയൻ ഒരു അഴിമതിക്കും ഒരു അനീതിക്കും കൂട്ടുനിൽക്കുന്ന പിണറായി വിജയനായിരുന്നില്ല. അങ്ങനെയാണ് അദ്ദേഹം പാർട്ടിയിൽ വലിയ ഒരു നേതാവായിട്ട് ഉയർന്നു വരുന്നത്. പക്ഷേ പിന്നീട് നമുക്കറിയാം, അവരെല്ലാം നടന്നുപോയ ഇടനാഴികൾ എന്ന് പറയുന്നത് അധികാരത്തിൻ്റെ ഇടനാഴികളായിരുന്നു. അധികാരത്തിൻ്റെ ഇടനാഴികളിലൂടെ കടന്നു പോകുന്ന പല വലിയ നേതാക്കളുടെയും ആദർശങ്ങളെന്ന് പറയുന്നത് ആ ഇടനാഴികൾ അഴിഞ്ഞു വീഴും എന്നുള്ളതാണ്. ഇവിടെയും സംഭവിച്ച പ്രശ്നം അതുതന്നെയാണ്. നമ്മളൊരിക്കലും കരുതിയിരുന്നില്ല പിണറായി വിജയൻ്റെ മകൾ വീണ തേക്കണ്ടി എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തിൽ തട്ടി പിണറായി വിജയൻ വീഴുപോകും എന്ന്. പിണറായി വിജയൻ യഥാർത്ഥത്തിൽ വീണതും എല്ലാ ആരോപണങ്ങൾക്ക് വിധേയമായതും എല്ലാ ചീത്തകൾ കേട്ടതും ഒക്കെ യഥാർത്ഥത്തിൽ ഈ മകളുടെയും അതേപോലെ തന്നെ ഭാര്യയുടെയും ഇതിനകത്തുള്ള ഇടപെടലിൻ്റെ ഫലമായിട്ട് തന്നെയാണ്. ഞങ്ങൾ ഈ പാർട്ടിക്കകത്തൊക്കെ പ്രവർത്തിക്കുന്ന സമയത്ത് നമ്മൾ പാർട്ടിയുടെ നേതാക്കളോട് പറയുന്നൊരു കാര്യം, ഒരിക്കലും നിങ്ങളുടെ മക്കൾ എന്ന് പറഞ്ഞാൽ പാർട്ടിക്ക് ഭാരമാകാൻ പാടില്ല, നിങ്ങൾക്കും ഭാരമാകാൻ പാടില്ല എന്നുള്ളതാണ്. അവർ പഠിപ്പിക്കുന്ന സമയത്ത് തന്നെ പ്രശ്നമാണ്. കാരണം എന്ന് വെച്ചാൽ ഇവരെ സ്വാശ്രയ കോളേജിൽ എന്തിനാണ് പഠിപ്പിക്കാൻ നടക്കുന്നത്? അവരെവിടെയെങ്കിലും പഠിക്കട്ടെ, രക്ഷപ്പെടണമെങ്കിൽ രക്ഷപ്പെടട്ടെ, ഇല്ലെങ്കിൽ വേണ്ട എന്ന് കരുതേണ്ട ഒരു മനസ്സ് സ്വാഭാവികമായിട്ട് ആർക്കുണ്ടാവണം, നേതാക്കന്മാർക്കുണ്ട്. നമ്മളെയൊക്കെ അങ്ങനെയാണ്. നമ്മുടെയൊക്കെ അച്ഛൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാനൊരു കടയിൽ പോയിരിക്കുന്ന സമയത്ത് ആ കടയിൽ അയാൾ ചില്ലറ എണ്ണിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാനവിടെ പല ദിവസം പോയിരിക്കുന്നതാണ്, വെറുതെ കടയുടെ മുമ്പിൽ ഇങ്ങനെ പോയി. ഒരു ദിവസം അങ്ങനെ ചില്ലറ എണ്ണിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു 25 പൈസ കുറഞ്ഞു എന്ന് പറഞ്ഞ് അയാൾ എൻ്റെ വീട്ടിൽ ചെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ ആ പൈസ എടുത്തിട്ടില്ല. എന്നിട്ട് എന്ത് ചെയ്യുന്നു, അച്ഛൻ വന്ന്
എന്നെ അടക്കാരത്ത് പോയി പിടിച്ച് കെട്ടിയിട്ട് വലിയ പേരവടി കൊണ്ടുവന്ന് തല്ലി ആ പേരവടിയുടെ കഷ്ണങ്ങളൊക്കെ ശരീരത്തിൽ കയറി. അപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ അച്ഛൻ വലിയ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്നു. എടപ്പള്ളി പോലീസ് സ്റ്റേഷൻ ആക്രമണ കേസിൽ അദ്ദേഹത്തെ പുറത്തു കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് പോലീസ് സ്റ്റേഷൻ ആക്രമിക്കുന്നത്. അപ്പോൾ ഇവരൊക്കെ ഞങ്ങളോട് പെരുമാറിയിരുന്നത് അങ്ങനെയാണ്. നമുക്ക് അവർ ജോലി വാങ്ങിത്തരികയോ നമ്മളവരെ കൊണ്ട് ജോലി വാങ്ങിപ്പിക്കാൻ നടക്കുകയോ ഒന്നും ചെയ്തിരുന്ന ആളല്ല. കാരണം അതിൻ്റെ അപകടങ്ങൾ നമുക്ക് കൃത്യമായിട്ട് അറിയാം എന്നുള്ളതിൻ്റെ പേരിലാണ്. അങ്ങനെ വരുമ്പോൾ അവർക്ക് മക്കളെ കൊണ്ട് ശല്യമില്ല. ശരിക്കും മക്കളെ ഇതുമാരെ ഇടക്ക് പിടിച്ച് തൊഴിച്ചാൽ മതി. അതല്ലാണ്ട് വേറെ ഒരു കാര്യവും അവർ പ്രത്യേകിച്ച് എന്തും ചെയ്യുന്നില്ല. ഈ മക്കൾക്ക് വേണ്ടി ചെയ്യുന്നില്ല. മക്കളായി മക്കളുടെ വഴിക്ക് രക്ഷപ്പെടണമെങ്കിൽ രക്ഷപ്പെട്ടെ. അങ്ങനത്തെ എത്രയോ നേതാക്കന്മാർ. പി.വി. കുഞ്ഞിക്കണ്ണൻ എന്ന് പറയുന്ന വലിയ ഒരു നേതാവ് CPM ഉണ്ടായിരുന്നു. അദ്ദേഹം ഇതുമാരെ പ്രശ്നങ്ങളുണ്ടായിരുന്നത് പാർട്ടിയിൽ നിന്ന് പുറത്തു പോകേണ്ടത്. അദ്ദേഹം അവിടെ ഒരു വൈദ്യശാലയുണ്ട്, അവിടെ പോയി വെറുതെ ഇരിക്കും. അദ്ദേഹത്തിൻ്റെ മക്കളൊക്കെ എന്ന് പറഞ്ഞാൽ കഷ്ടപ്പെട്ട് പണിയെടുത്ത് കൂലിപ്പണിയൊക്കെ ചെയ്ത് ജീവിക്കുന്ന സ്ഥിതിയിലേക്കാണ്. വലിയ നേതാവായിരുന്നു. വലിയ നേതാവെന്ന് പറഞ്ഞാൽ ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ കൺവീനറായിരുന്നു അദ്ദേഹം. അത് മനസ്സിലാക്കണം. അങ്ങനെയുള്ളവരുടെ മക്കളൊക്കെ ഇങ്ങനെയൊക്കെയാണ് ജീവിക്കുന്നത്. പി ജയരാജൻ്റെ മക്കളും ഇതുപോലെ പണിയൊക്കെ എടുത്താണ് നടക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു പാരമ്പര്യമുണ്ട് പാർട്ടിക്ക്. അതുകൂടാതെ ഉള്ള പാരമ്പര്യം എന്ന് പറയുന്നത് ഈ മക്കളെ വലിയ സ്ഥാനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി നേതാക്കൾ പരിശ്രമിച്ചിട്ടുള്ള, നേതാക്കളുടെ ഭാര്യമാർ പരിശ്രമിച്ചിട്ടുള്ള ഒരു പാരമ്പര്യം, ഒരു വഴിയാണ്. ആ വഴിയിലാണ് സ്വപ്ന സുരേഷ് പറയുന്ന ഈ വിഷയങ്ങളൊക്കെ കടന്നു വരുന്നെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. സ്വപ്ന സുരേഷിനെയൊക്കെ ഒരു കാരണവശാലും ഈ ഭരണത്തിൻ്റെ കോറിഡോറിലേക്ക് കൊണ്ടുവരാൻ പാടില്ലായിരുന്നു. അതൊക്കെ കൊണ്ടുവന്നത് ഇവരൊക്കെ കൂടി ചേർന്ന്, ശിവശങ്കരനടക്കമുള്ള ഇവരുടെ സംഘങ്ങൾ കൂടി ചേർന്നിട്ടാണ് ആ സംഭവങ്ങൾ. അവർ തമ്മിൽ നടത്തിയ പ്രശ്നങ്ങളൊന്നും നമുക്ക് അറിയാനായിട്ട് വയ്യ. എന്തായാലും ഇവിടെ പിണറായി വിജയൻ മോശക്കാരനായി ചിത്രീകരിക്കപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ മകൾ വീണ തായ്ക്കണ്ടിയുടെ പേരിലാണ്. എക്സാലോജിക് എന്ന് പറയുന്ന ഒരു കമ്പനി, കടലാസ് കമ്പനി ഉണ്ടാക്കുക, എന്നിട്ട് ജോലിയൊന്നും ചെയ്യാതെ അതിൻ്റെ പേരിൽ അവരുടെ അക്കൗണ്ടിൽ പണമൊക്കെ വരിക. അതൊക്കെ ഏത് സാധാരണക്കാരായിട്ടുള്ള മനുഷ്യനും കോമൺ സെൻസ് വെച്ച് ശരിയല്ലെന്നുള്ളത് മനസ്സിലാക്കും. അത്രയും ശരിയല്ലെന്ന് മനസ്സിലാക്കിയാൽ തന്നെ ആ നേതാവ് ദുർബലനാക്കപ്പെടുകയാണ് ചെയ്തത്. അപ്പോൾ ഇതിനു വേണ്ടി എപ്പോഴും കരുക്കൾ നീക്കിയിട്ടുള്ളത് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഭാര്യ കമല എന്ന് പറയുന്ന, അവർ ടീച്ചറായിരുന്നു. അങ്ങനെ ടീച്ചറായിരുന്ന ഈ കമല ടീച്ചർ മുഖ്യമന്ത്രിയുടെ ഭാര്യയായി കഴിഞ്ഞതിന് ശേഷം അവർ മാറുകയാണ് ചെയ്യുന്നത്. അവരുടെ സ്വഭാവം മാറുകയാണ് ചെയ്യുന്നത്. നേരത്തെ നമ്മൾ ടി.കെ. രാമകൃഷ്ണൻ എന്ന് പറയുന്ന വലിയ നേതാവിൻ്റെ ഭാര്യയെ ഇതേപോലെ തന്നെ മാറി. സഹാക്കൾ വീട്ടിൽ ഞാൻ സഹാവില്ലേ എന്ന് ചോദിക്കുമ്പോൾ സാർ ഇവിടെ ഇല്ല എന്ന് പറയും. എന്ന് വെച്ചാൽ എൻ്റെ അർത്ഥം എന്താണ്? നീ ഇഞ്ഞ് സഹാവെന്ന് വിളിക്കേണ്ട, സാറെന്ന് വിളിച്ചാൽ മതി എന്നാണ് പറയണത്. അങ്ങനെയാണ് ഈ സ്വഭാവ പരിണാമങ്ങൾ ഉണ്ടാകുന്നത് ശരിക്കും പറഞ്ഞു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം എന്താണ് നമ്മളുടെ സുധാകരനെ നീ എന്ന് വിളിച്ചു എന്ന് പറഞ്ഞു. ഇപ്പം നീ എന്നല്ല അവർ വിളിച്ചിരുന്നത്, സഹാവെന്നല്ല വിളിച്ചിരുന്നത്, സാറെന്നാണ് അദ്ദേഹത്തെ വിളിച്ചിരുന്നത്. വിളിപ്പിച്ചിരുന്നതെന്നാണ് അവർ പറയുന്നത്. അതെ, അത് ശരിയാണ്. അതിങ്ങനെ സംഭവിക്കുന്നതാണ്. ഇവരൊക്കെ അധികാരത്തിലേക്ക് കയറി കഴിയുന്ന സമയത്ത് ഇവരൊക്കെ സാറെന്ന് വിളിക്കേണ്ടി വരും. ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവായിട്ടുള്ള ആൾ മന്ത്രിയായ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നടന്ന വളരെ കൗതുകകരമായിട്ടുള്ള ഒരു കാഴ്ചയുണ്ട്. അപ്പോൾ ഈ മൊബൈൽ ഫോൺ വന്നിട്ടില്ല, നമ്മുടെ ലാൻഡ് ഫോണാണ്. അപ്പം നേതാവിന് ഫോൺ വരുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു വെച്ചാൽ ഒരു മനുഷ്യൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ അതിനിടയിൽ നേതാവിനെ കുനിഞ്ഞു നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ടെലിഫോൺ ഇങ്ങനെ കയ്യിൽ വെച്ചിട്ടിരിക്കും. എന്നിട്ട് നേതാവ് വിളിക്കും. ഈ അടിമ അയാൾ ഈ സാധനം, ഈ ടെലിഫോൺ ഇങ്ങനെ താങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ എങ്ങനെയാണ് ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് അധികാരപ്രമത്തനും ധാർഷ്ട്യത്തിൻ്റെയും അഹങ്കാരത്തിൻ്റെയും ഒക്കെ പ്രതീകമായി മാറുന്നതിന് ഏറ്റവും നല്ല ചിത്രമാണ് ഞാൻ ഈ പറഞ്ഞ സാധനം. അപ്പം ഇങ്ങനെ ഒക്കെ ആളുകൾ നശിച്ചു പോയ കൂട്ടത്തിൽ പലയിടങ്ങളിലും പലപ്പോഴും അവരുടെ കുടുംബമാണ് അവരെ നശിപ്പിച്ചിട്ടുള്ളതെന്നുള്ളത്. പിണറായി വിജയൻ അങ്ങനെ ഒരു അഴിമതിക്കാരനെ മാറുന്ന ഒരാളായി നമുക്കൊരിക്കലും കണക്കാക്കാനായിട്ട് പറ്റില്ല. പക്ഷേ ഈ മകൾ, അതുപോലെ തന്നെ ഭാര്യ, ഇവരൊക്കെ അദ്ദേഹത്തെ കുഴിയിൽ വീഴ്ത്തി എന്നുള്ളത് വലിയ 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 വാർത്തയാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ ഇതിൻ്റെ കൂടെ തന്നെ ചോദിച്ചു പോകേണ്ട ഒരു കാര്യം, പിണറായി വിജയൻ ഈ ഒരുപാട് പോരാടി, ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ച്, അടികൊണ്ടും ജയിൽവാസമൊക്കെ അനുഭവിച്ചു വന്ന ഒരാളാണെന്ന് പറയുമ്പോഴും ഇപ്പോഴും ചില ചോര
പാടുകൾ പിണറായിയുടെ കയ്യിലുണ്ട് എന്ന് പലരും പറയുന്നുണ്ട്. അതായത് ഈ വാടിക്കൽ രാമകൃഷ്ണന്റെ കേസൊക്കെ, അതൊക്കെ മാഷിന് അറിയാവുന്ന കാര്യങ്ങളാണോ? അല്ല, അതൊക്കെ ഞാൻ പറയുന്ന അക്കാലത്തെ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി രൂപപ്പെട്ട പ്രതിഭാസങ്ങൾ തന്നെയായിരുന്നു. അടി, ഇടി, ബഹളം ഇതൊക്കെ അന്ന് ഉണ്ടായിരുന്നതാണ്, അന്ന് സംഭവിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഭാഗഭാക്കായി നിന്ന ആളുകളെ നമുക്ക് അത്തരത്തിൽ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. അത് രാഷ്ട്രീയമായിട്ടുള്ള സംഘടനകളുടെയും സംഘർഷങ്ങളുടെയും കാലമാണ്. ആ കാലഘട്ടങ്ങളിൽ അങ്ങനെ ഒക്കെ തന്നെയാണ് പാർട്ടി സഹാക്കളും പാർട്ടി നേതാക്കളൊക്കെ രൂപപ്പെട്ടു വന്നിട്ടുള്ളത്. അതിൽ വലിയ കഥയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ലെങ്കിൽ അതിന് വേറെ ഏതെങ്കിലും ഒരു 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 പ്രസക്തി ഉണ്ടെന്ന് വരുന്നില്ല. ഞാൻ 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ അന്ന് ഈ എന്താണ് ഹർത്താൽ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ മാതിരിയല്ല. അന്ന് ഹർത്താലിൽ ഒരു കട തുറക്കാനും സഹാക്കൾ സമ്മതിക്കില്ല. പോലീസാണെന്ന് വെച്ചാൽ അതിൻ്റെ ഇടയിൽ അടങ്ങി ഒതുങ്ങിയിരിക്കുകയുമില്ല. ഇപ്പം എൻ്റെ നാട്ടിലുള്ള ഒരു സഖാവ് പിന്നെ പോലീസ് അടിക്കാൻ ലാത്തിക്ക് അടിക്കാൻ നമ്മൾ നോക്കിക്കാൻ സഖാവ് വെറുതെ നിങ്ങൾ കൊള്ളേന് ലാത്തിക്ക് അടിച്ച് ലാത്തിയൊക്കെ ഒടിഞ്ഞുപോയി. അത്രമാത്രം തല്ലേ അയാൾ അവിടെ നിന്ന് കൊള്ളേനെ. അത് അന്നത്തെ സഹാക്കളുടെ പ്രത്യേകതയാണ്. അപ്പോൾ അവർ തിരിച്ചും അതേപോലെ തന്നെ രാഷ്ട്രീയ സംഘടനകൾ നടക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? തിരിച്ചും എതിരാളികളെ ആക്രമിക്കും. ചിലപ്പോൾ അവർ മരിച്ചു പോകും. ഇതൊക്കെ അന്നത്തെ ഏതാണ്ട് സാധാരണ സംഭവങ്ങൾ പോലെ നിലനിന്നിരുന്നായിരിക്കും. ഇന്ന് പോലീസുകാരനിങ്ങനെ ഒരു സാധനെ ലാത്തിക്കടിക്കുമ്പോൾ അടിക്കട എന്ന് പറഞ്ഞ് നിൽക്കുന്ന സാധനം കാണാൻ പറ്റുമോ? കാണാൻ പറ്റില്ല. അല്ല, ഇത് ഞാനിങ്ങനെ നോക്കി നിന്നാണ്. അപ്പോൾ അടിച്ചിട്ട് ഈ ലാത്തി ഒടിഞ്ഞിട്ട് ഇയാളിങ്ങനെ നിൽക്കുകയാണ്. എന്തൊരു മനക്കരുത്താണ് ആ മനുഷ്യന്. പണ്ട് ഈ നാട്ടിലൊക്കെ RSSകാരെന്ന് പറഞ്ഞാലും പോലീസ് പിടിച്ചോണ്ട് പോകും. പക്ഷേ RSSകാരന് വെറുതെ നടന്നു പോകുമ്പോ അപ്പൊ RSS എന്ന് പറഞ്ഞ പണ്ടത്തെ കാലത്തൊക്കെ പിടിച്ചോണ്ട് പോകും. എന്റെ മാമനൊക്കെ ഭയങ്കര RSSകാരനായിരുന്നു. എപ്പോഴും ഒരിക്കൽ പിടിച്ചോണ്ട് പോയതിനു ശേഷം മാമൻ അതൊക്കെ വിട്ടു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അല്ല, പിടിച്ചുകൊണ്ട് പോലും മാത്രമല്ല, ഇപ്പൊ അടിയന്തരാവസ്ഥക്കാലത്ത് അവരൊക്കെ പിടിച്ച് ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളതാണ്. ഇതൊക്കെ ഓരോ കാലത്തെയും രാഷ്ട്രീയ രീതിയായി. ഇന്ന് മിക്കവാറും തന്നെ മുഴുവൻ ഉടായ്പകളാണ്. RSS ആയാലും DYFI ആയാലും എല്ലാ സ്ഥലത്തും അങ്ങനെയുള്ള ആളുകളായി പൈസ ഉണ്ടാക്കാൻ എവിടെ നിൽക്കാൻ പറ്റും, അത്രേ ഉള്ളൂ. അതാണ്.